സോ ഹായ്, വീണ്ടും ഒരു ബുക്ക് റിവ്യൂ. സെയിം ഓതർ. ഇത്തവണ ബുക്കിൻ്റെ പേര് ഇത്തവണ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രീമ ഫേസിയ ഡൊമസ്റ്റിക് ത്രില്ലറാണ്. നിഖിലേഷ് മേനോൻ. ഈ ബുക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. സോ കമ്മിങ് ടു ദ ബുക്ക്, വളരെ ചെറിയ സ്റ്റോറിയാണ്, പെട്ടെന്ന് വായിച്ചു തരുന്ന സ്റ്റോറിയാണ്, നമ്മളിങ്ങനെ ഇരുത്തി വായിച്ച് കൊണ്ടുപോകുന്നൊരു സ്റ്റോറിയാണ്. സോ ലൈഫിൽ നമ്മൾ പലരുടെ ലൈഫിൽ വില്ലന്മാരായിരിക്കാം, വില്ലത്തികളായിരിക്കാം. ദർ ഇസ് എ ഗ്രേ ഷെയ്ഡ് ഓഫ് ലൈഫ്. അതാണ് ഈ ബുക്കിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ചിലർക്ക് പെട്ടെന്ന് വായിക്കണമെങ്കിൽ ഇതൊരു അവിഹിത സ്റ്റോറി എന്നൊക്കെ തോന്നാം, പക്ഷെ അങ്ങനെയല്ല. പല ഷെയ്ഡ്സ് ഓഫ് ലൈഫാണ് പറയുന്നത്. അതേപോലെ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ കൂടെ നിൽക്കേണ്ടത്, അവർക്ക് വേണ്ടി നമ്മുടെ കൂടെയുള്ള ഒരാൾ, ആ ആൾ സുഹൃത്താവാം, പങ്കാളിയാവാം, മാതാപിതാക്കളാവാം, മക്കളാവാം, അധ്യാപകരും വിദ്യാർത്ഥിയാവാം, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം അവർക്കും. നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അൽവിഡാഡോ മരണങ്ങളും ഈ ബുക്കുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ക്യാരക്ടേഴ്സ് അങ്ങോട്ടും കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇൻഡിപെൻഡൻ്റ്ലി ഈ ബുക്ക് വായിച്ചാലും നമുക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് അൽവിഡാഡോ മരണങ്ങൾ വായിച്ചിട്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ രണ്ട് ബുക്കും വായിക്കാത്ത ഒരാൾക്കാണെങ്കിൽ ഒരു പക്ഷേ പ്രൈമ ഫേസിയ ആദ്യം വായിച്ചിട്ട് അൽവിഡാഡോ മരണങ്ങൾ വായിക്കാം, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. പക്ഷെ ഞാൻ തിരിച്ചാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഒരൊറ്റ ഇരിപ്പിനാണ് ഞാൻ വായിച്ചത്. രാത്രി 2 മണി 2:30 വരെയൊക്കെ ഞാൻ രാത്രി ഇത് വായിച്ചു തീർത്തു. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിന് അവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. നല്ല അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. ഡൊമസ്റ്റിക് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് വായിക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട്. കാരണം നമുക്കിഷ്ടം പോലെ ഡൊമസ്റ്റിക് ട്രോമാസ് ഉള്ള കാരണം കൊണ്ട്. ബട്ട് ഇത് അങ്ങനെ ഒരു സാധനമല്ല, ത്രില്ലർ തന്നെയാണ്, ക്രൈം ത്രില്ലർ തന്നെയാണ്. അതിന് സാറ് ഡൊമസ്റ്റിക് ത്രില്ലർ എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഞാൻ അൽവിഡാഡോ മരണങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തുകൊണ്ടോ എൻ്റെ ICMR ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു സാർ റിപ്ലൈ ബാക്ക് ചെയ്തു. ഞാൻ ഇത്തവണത്തെ കേരള വിസിൽ സാറിനെ കണ്ടു. അങ്ങനെ സാറിൻ്റെ ഓതർ സൈൻ വെച്ച് നേരിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. സോ ഇറ്റ്സ് സോ സ്പെഷ്യൽ. ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. വായനയൊക്കെ നിന്നുപോയിന്ന് തോന്നുന്ന ആൾക്കാർക്ക് വായിക്കാൻ പറ്റും. നല്ല പെട്ടെന്ന് വായന തീരുന്ന ബുക്കാണ്. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ തോട്ട്സ് നമ്മുടെ കൂടെ സ്റ്റേ ബാക്ക് ചെയ്യും. നമ്മുടെ കൂടെയുള്ള ആൾക്ക് വേണ്ടി നിലപാടെടുക്കേണ്ടതും ആളുടെ കൂടെ നിൽക്കേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ്. ഈ മെസ്സേജാണ് എനിക്ക് ബുക്കിന് ശേഷം കൂടെ നിൽക്കുന്നത്. ഐ ഹോപ്പ് ഐ സ്റ്റാൻഡ് വിത്ത് മൈ പീപ്പിൾ ആൻഡ് ഐ നോ ഹു ആർ നോട്ട് സ്റ്റാൻഡ് വിത്ത് മീ ഓൾസോ. സോ അതാണ്. Interesting reader. Really thank you sir for the book and this writing also. Keep on doing sir. Thank you.